ഞാൻ ആദ്യമായി മാർച്ചിൽ വന്നതാ. അപ്പൊ എനിക്ക് കേരളം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പോ വെക്കേഷൻ വീണ്ടും കിട്ടി. അപ്പോ ഫുൾ വെക്കേഷൻ ഇവിടെ സ്പെൻഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് വീണ്ടും വന്നതാ. ഞെട്ടിപ്പോയില്ലേ? ക്ലാര നന്നായിട്ട് മലയാളം പറഞ്ഞു കേട്ടോ. ക്ലാര ആക്ച്വലി ഒരു ജർമ്മനാണ്. എങ്ങനെ മലയാളം പഠിച്ചത്? ഞാൻ എല്ലാം തനിയെ പഠിച്ചു. ഒരു ടീച്ചർ ഇല്ലായിരുന്നു. ഒരു മലയാളം ഗ്രാമർ PDF ഉണ്ട്. അത് ഞാൻ എല്ലാം ആ ഗ്രാമർ PDF കൊണ്ട് പഠിച്ചു. പിന്നെ എഴുതി പഠിച്ചു അല്ല, അതോ ടോക്ക് ചെയ്ത് പഠിച്ചോ? പറഞ്ഞു പഠിച്ചോ? എഴുതി പഠിച്ചു. മലയാള അക്ഷരങ്ങൾ എഴുതാൻ പറ്റിയോ? എഴുതാൻ പറ്റും. പിന്നെ വായിക്കാനും എല്ലാം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള അക്ഷരം ഏതാ മലയാളത്തിൽ? എഴുതാൻ ചിലപ്പോ അത്രയും ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ വളഞ്ഞൊക്കെ എഴുതണ്ട. ഇങ്ങനെ വളഞ്ഞ് ചിലപ്പോ ഒരു അക്ഷരം ഉണ്ട്. S and D and sa to like differentiate. ആ വ്യത്യാസം like S ഇങ്ങനെയാ, കൺഫ്യൂഷൻ ആയോ? അത് കൺഫ്യൂഷൻ ആയി. പിന്നെ ആക്ച്വലി ഒരു അക്ഷരം എന്റെ കയ്യിലുണ്ട്. ക്ലാരയുടെ കയ്യിലൊരു കാ ആദ്യമായിട്ടോ ഒരു വ്യക്തി കാ വന്ന് കയ്യിൽ ടാറ്റോ അടിച്ചിരിക്കുന്നത്. അതെന്താ? ക്ലാരയുടെ കാ. അതെ, എന്റെ പേരാണ് ക്ലാര. പൊളി, അടിപൊളി. അതെ, കൊള്ളാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെന്താ മലയാളം പഠിക്കാൻ തോന്നി? എന്തുകൊണ്ടാ മലയാളം പഠിച്ചത്? ആക്ച്വലി ഒരു മലയാളി, ജർമ്മനിയിൽ കുറെ മലയാളികളുണ്ട്. അപ്പോ ഒരു മലയാളി എന്റെ ഫ്രണ്ട് ആയപ്പോ ഞാൻ ചുമ്മാ മലയാളം പഠിക്കാൻ തുടങ്ങി. ചുമ്മാ, വേറൊരു കാരണം ഇല്ലായിരുന്നു. വേറെ ഒരു കാരണമില്ല. എന്തെങ്കിലും മൂവീസ് കണ്ടിട്ടുണ്ടോ? മലയാളം മൂവീസോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറെ മൂവീസ് കണ്ടിട്ടുണ്ട്. എന്റെ ആദ്യത്തെ മലയാളം സിനിമ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയായിരുന്നു. അത് ഞാൻ സബ്ടൈറ്റിൽസ് കൂടാതെ കണ്ടു, യൂട്യൂബിൽ കണ്ടു. അതെ, നന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ഏതാ? ടൊവിനോ അല്ല, ദുൽഖർ സൽമാൻ. കാരണം ദുൽഖർ സൽമാൻ നീലാകാശം ആ സിനിമയിലായിരുന്നു. ഓക്കെ. കേരളത്തിൽ വന്നിട്ട് ആദ്യം എവിടെ വന്നേ? കൊച്ചിയിലാണോ? കൊച്ചി എയർപോർട്ടിന് എത്തി. ക്ലാര ഒറ്റയ്ക്കാണോ വന്നത്? ഇപ്പൊ ഒറ്റയ്ക്കാ വന്നു. ആദ്യമായി എന്റെ ഫ്രണ്ടിന് കൂടെയായിരുന്നു ഫസ്റ്റ് ടൈം വന്നു. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്, എനിക്ക് കുറെ ഫ്രണ്ട്സ് ഇവിടെയുണ്ട്. അപ്പോ ഞാൻ അത്രയും ഒറ്റയ്ക്കല്ല. ഓക്കെ. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? പൊറോട്ടയും കറി, ബീഫ്. ആക്ച്വലി കിഴി പൊറോട്ട, കൊത്തു പൊറോട്ട. ഓക്കെ. ഇനി വേറെ ചോദ്യം ചോദിക്കാവേ. മലയാളി ചക്കന്മാർ ഇഷ്ടപ്പെട്ടോ? ആക്ച്വലി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.